ഡയമെൻഷൻ വരെ ആയിരുന്നു പഠിപ്പിച്ച് നിർത്തിയത്. ഡയമെൻഷൻ ഓരോന്നിനും ഉണ്ടായിരുന്നു. അപ്പം ആ ഡയമെൻഷൻ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി. ഓക്കെ. അപ്പം ഇനി ബാക്കിയുള്ള നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി എന്ന് ഒരു ഹെഡിങ് എഴുതിക്കോളൂ. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി എന്ന് ഒരു ഹെഡിങ് എഴുതുക. എഴുതിയോ? ക്രിസിൻ എഴുതിയോ? ക്രിസിൻ, അനഘ, എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. എഴുതി സാർ. അപ്പം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. പ്രിൻസിപ്പിൾ സ്പെല്ലിംഗ് നോക്കിക്കോണം. HOMOGENEITY ആണേ. ഹോമോജീനിറ്റി NEITY. ആ സ്പെല്ലിംഗ് നിങ്ങൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. എന്നിട്ട് അതിനെപ്പറ്റി ഒന്ന് എഴുതുക. ഇഫ് ദ ഡയമെൻഷൻ. ജെന്ന നമ്മൾ കുറച്ച് ഡയമെൻഷന് ജെന്ന എഴുതിപ്പിച്ചോളായിരുന്നു. ജെന്ന, അപ്പോൾ ബാക്കിയുള്ള കുറെ ഡയമെൻഷനും കൂടെ ഉണ്ട്. അതൊന്ന് എഴുതാനുള്ള സ്ഥലം വിട്ടിട്ട് വേണം ഇത് എഴുതാൻ. ഓക്കെ. If the dimension of left hand side of an equation, left hand side of an equation if dimension of left hand side of an equation is equal to the dimension of right hand side of the equation, then the equation is dimensionally correct. This is known as principle of homogeneity. Principle of homogeneity. എഴുതിയോ കുഞ്ഞുങ്ങളെ? എഴുതിയോ? എഴുതിയെങ്കിൽ റെസ്പോണ്ട് ചെയ്യണേ. എഴുതിയോ? ജന എഴുതിയോ? അനഘ എഴുതിയോ? യെസ് സാർ. ഓക്കെ. ഇനി നമ്മൾ ഇതിനിപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുക്കാം. ഇതിനൊരു ഒരു എക്സാമ്പിൾ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. അർജുൻ കേൾക്കാമോ? അർജുൻ
കേക്കാം കേക്കാം. ആ അർജുനെ, നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ക്ലാസ് ആയി. അപ്പം ആ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. മനസ്സിലായില്ലെങ്കിൽ ഓക്കെ നമ്മൾ ഓക്കെ ആദ്യത്തെ 2 ക്ലാസ്സിൻ്റെ വീഡിയോ അയച്ചു തരാം. നമ്മൾ റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, അത് കണ്ടിട്ട് അടുത്ത ക്ലാസ്സിൽ കയറുമ്പോൾ അതെല്ലാം മനസ്സിലാവും. അപ്പം ഓക്കെ ഓക്കെ ബേസിക്കും കൂടെ ചേർത്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കണ്ടിട്ട് അയ്യോ എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് വിചാരിക്കണ്ട കേട്ടോ. ഓക്കെ ഓക്കെ. ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പോൾ നോക്കിയോ, നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതുകയാണ്. ഇതിനൊരു എക്സാമ്പിൾ എഴുതുക. നോക്കിയോ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ, ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞു, നമ്മൾ ഡയമെൻഷനെ പറ്റി പഠിപ്പിച്ചായിരുന്നു. ഒരു ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും നമുക്ക് മാസിൻ്റെയും ലെങ്തിൻ്റെയും ടൈമിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് അതിൻ്റെ ഡയമെൻഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഉദാഹരണം നോക്കിയോ, നമുക്കിപ്പം മാസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എമ്മിനെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടുന്നതാണ്. ലെങ്തിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എല്ലിനെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടുന്നതാണ്. ടൈമിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ടീനെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടുന്നതാണ്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ 3 ആൾക്കാരുടെ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള എല്ലാ ആൾക്കാരുടെയും ഡയമെൻഷൻ എഴുതുന്നത്. ഉദാഹരണം നമ്മൾ വെലോസിറ്റി എന്ന് എഴുതിയായിരുന്നു. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ലെങ്ത് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ചൂസ് ചെയ്യാം. എല്ലാം എഴുതി ഡിവൈഡ് ബൈ ടൈമിൻ്റെത് ടി ആണ്. ഈ ടൈമിനെ മുകളിൽ കൊണ്ടുവരുമ്പോൾ LT⁻⁻1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഇതാണ്. അതേപോലെ തന്നെ എനിക്ക് ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എഴുതണം. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ, ആക്സിലറേഷൻ്റെ ഇക്വേഷൻ വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റിയുടേത് LT⁻⁻1 ആണ്, ടൈമിൻ്റേത് ടി ആണ്. ഇത് മുകളിൽ കൊണ്ടുവരുമ്പോൾ LT⁻⁻1, ഈ T⁻1 അതും -1 ആണ്. T⁻⁻1 അപ്പോൾ എത്രയാ, LT⁻2 എന്നാവും. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ്റെ ഇതാണ്, മനസ്സിലായോ? അപ്പം ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെങ്കിലും അതിനെ മാസിൻ്റെയും ലെങ്തിൻ്റെയും ടൈമിൻ്റെയും ഡയമെൻഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എഴുതുന്നത്. ഇതായിരുന്നു ഇന്നലെ വരെ പഠിപ്പിച്ച സാധനങ്ങൾ ബേസിക്കായിട്ട്. ലാസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചതിൻ്റെ മെയിൻ സാധനം ഇതാണ്. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്നറിയാമോ? ഇപ്പം ഒരു ഇക്വേഷൻ നമ്മൾ എഴുതുകയാണ്. ആ ഇക്വേഷൻ്റെ LHSലുള്ള ഡയമെൻഷൻ തന്നെ കിട്ടണം RHSലുള്ള ഡയമെൻഷനും. അതായത് LHSലുള്ളതും RHSലുള്ളതും നമുക്ക് എന്ത് കിട്ടണം, ഈക്വൽ കിട്ടണം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണം പറയാം. നമ്മൾ പഠിച്ച ഒരു ഇക്വേഷനാണ് S = UT+ എന്താ, ½ AT² ആണല്ലോ. ഇവിടെ S എന്ന് പറയുന്നത് ശരിക്കും ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് നമുക്കറിയാം. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പം അതിൻ്റെ ഡയമെൻഷൻ എന്താ, ലെങ്ത്തിൻ്റെ ഡയമെൻഷനാണ്, L ആണ്. U എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്, ഇനീഷ്യൽ വെലോസിറ്റിയാണ്. U എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താ, വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എഴുതിയാണ് LT⁻⁻1 ആണ്. ആണല്ലോ. ഇനി നമുക്ക് ടൈമിൻ്റെ ഡയമെൻഷൻ, ടൈം T എന്ന് പറയുന്നത് ടൈമാണ്. ടൈമിൻ്റെ ഡയമെൻഷനും ഞാനിപ്പോൾ പഠിപ്പിച്ചതാണ്. എന്താണ് ടൈം എന്ന് പറയുന്നത്, T ആണ് ഇല്ലേ. ആക്സിലറേഷൻ, ഇവിടെ ആക്സിലറേഷൻ ഉണ്ട്. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ നോക്കിയോ, ആക്സിലറേഷൻ ഡയമെൻഷൻ ഇപ്പോൾ നമ്മൾ എഴുതിയാണ് LT⁻2 ആണ്. ഓക്കെ, അപ്പം ഇവരെ അല്ല, ഇവിടെ എത്ര ടേം ഉണ്ടെന്ന് നോക്കൂ. ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ T ഒരു ടേം, U ഒരു ടേം, A ഒരു ടേം, T അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇത് മൊത്തത്തിലൊരു ടേം, ഇത് മൊത്തത്തിലൊരു ടേം, ഇത് മൊത്തത്തിലൊരു ടേം. ഈ ഓരോ ടേമിൻ്റെ ഡയമെൻഷനും LHSലും RHSലും ഈക്വൽ ആണെങ്കിൽ ആ ഈക്വൽ ആക്കുന്ന ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എസിൻ്റെ ഡയമെൻഷൻ നമുക്ക്, ഞാൻ എന്താ എസിൻ്റെ ഡയമെൻഷൻ ഇവിടോട്ട് കൊടുക്കുകയാണ്. എസിൻ്റെ ഡയമെൻഷൻ എന്താ, L = യുവിൻ്റെ ഡയമെൻഷൻ എന്താ, വെലോസിറ്റി LT⁻⁻1 ബ്രാക്കറ്റ് ഇട്ട് ക്ലോസ് ചെയ്തു, ഇതും ബ്രാക്കറ്റ് ഇട്ട് ക്ലോസ് ചെയ്തു. ടിയുടെ ഡയമെൻഷൻ എന്താ, ടിയുടെ ഡയമെൻഷൻ ക്യാപിറ്റൽ ലെറ്റർ T ആണ്. ആണല്ലോ. പ്ലസ് നമ്പറിന് ഈ 1/2 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, അതിന് ഒരിക്കലും ഡയമെൻഷൻ ഉണ്ടാകത്തില്ല. പിന്നെ ആക്സിലറേഷൻ ആണ് കിടക്കുന്നത്. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എന്താ, LT⁻2 ആണ്. ഓക്കെ, അടുത്തത് ടൈമിൻ്റെ ഡയമെൻഷനാണ്. ടൈമിൻ്റെ ഡയമെൻഷൻ T ആണ്, പക്ഷേ വെളിയിലൊരു സ്ക്വയർ ഉണ്ട്, അതിനെ അകത്തോട്ട് എടുക്കുമ്പോൾ T² ആവും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടുത്തെ ഡയമെൻഷൻ L ആണല്ലോ, = ഇവിടെ LT⁻1 ഇതിനെ ഒരുമിച്ച് എഴുതുമ്പോൾ T⁻1 എന്ന് എഴുതാം. ഇവിടെയും അതേപോലെ തന്നെ LT⁻2, ഈ T² ഇതങ്ങ് T² ആവും, ഇപ്പോൾ T² ആക്കാം. ഇനി അപ്പം ഇതായിരിക്കും ഇതിൻ്റെ ഓരോ ടേമിൻ്റെ ഡയമെൻഷൻ. ഇത് കംപ്ലീഷനിലേക്ക് പോവാണ്.
ഇത് L ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കിയേ നമുക്ക് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എന്നിനെ നമുക്ക് എ റേസ് ടു എം പ്ലസ് എൻ എന്ന് എഴുതാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി ഇവിടെ നോക്കിയോ, ഇവിടെ L ഉണ്ട്, ഇവിടെ നമുക്ക് ടി റേസ് ടു -1 + 1 എന്ന് എഴുതാം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ എൽ ടി റേസ് ടു -2 + 2 എന്ന് എഴുതാം. ടി റേസ് ടു -2 + 2 എന്ന് നമുക്ക് എഴുതാം. നോക്കിയോ, ടി റേസ് ടു -2 + 2 എന്ന് നമുക്ക് എഴുതാം. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഇവിടെ L ആണ് ഈസ് ഈക്വൽ ടു ഈ ടി റേസ് ടു -1 + 1 എന്ന് പറയുമ്പോൾ ടി റേസ് ടു 0 ആകത്തില്ലേ? അതേപോലെ ഇവിടെ ടി റേസ് ടു -2 + 2 എന്ന് പറയുമ്പോൾ അത് ടി റേസ് ടു 0 ആകത്തില്ലേ? എനി നമ്പർ റേസ് ടു 0 എന്താ? 1 ആണ്. അപ്പോൾ ടി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി പോയി. അപ്പം ഇവിടെയും എല്ലായി, ഇവിടെയും എല്ലായി, പ്ലസ് ഇവിടെയും എല്ലായി. നോക്കി, ഇക്വേഷൻ്റെ LHSലും RHSലുമുള്ള ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ സെയിം ആയി. അങ്ങനെയാണെങ്കിൽ ആ മുകളിൽ തന്നിരിക്കുന്ന ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്. ഇതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഇങ്ങനെ ഓരോ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഒന്നുകൂടെ. ഡൗട്ട് ചോദിക്കാം. സാർ ഇത് ഒന്നുകൂടെ പറയാമോ? എനിക്ക് നെറ്റ് ഇല്ലായിരുന്നു. അയ്യോ, ആരായിരുന്നത്? പാർവണ. പാർവണ. ഓക്കെ. പാർവണ ഇന്നലത്തെ ക്ലാസ് കയറാത്തതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എനിവേ ഞാൻ ആ റെക്കോർഡ് ക്ലാസ് ഞാൻ ഓൾറെഡി കണ്ടായിരുന്നോ? സാറ് അത് അയക്കുന്നതിന് മുമ്പേ ഞാൻ കയറി കണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പം നമ്മൾ ഒന്നുമില്ല, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത് നമ്മൾ ഒരു ഇക്വേഷൻ തന്നു, ആ ഇക്വേഷൻ്റെ അകത്ത് കുറേ ടേംസ് കാണും. ഇപ്പം ഇവിടെ എസ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കി, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ½ AT² ആണ്. ആണോ പാർവണ? പാർവണയുടെ മൈക്ക് ഓൺ ആക്കി വെച്ചോ. പാർവണയോടാണ് എല്ലാ ചോദ്യങ്ങളും ചോദിക്കാൻ പോകുന്നത്. അപ്പം ഈ എസ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്, യു എന്ന് പറയുന്ന വെലോസിറ്റി, ടി എന്ന് പറയുന്ന ടൈം, എ എന്ന് പറയുന്ന ആക്സലറേഷൻ, T² ടി എന്ന് പറയുന്ന ടൈം. ഇതിനകത്തെ ഓരോ ടേമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ, ടേം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇതൊരു ടേം ഇത് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഈക്വേഷൻ്റെ തന്നെ ഇതൊരു ടേമായിട്ട് എടുക്കുക, ഇതൊരു ടേമായിട്ട് എടുക്കുക, ഇതൊരു ടേമായിട്ട് എടുക്കുക. ഈ മൂന്ന് ടേമിൻ്റെയും, ഈ മൂന്ന് ടേമിൽ 2 ടേം RHSലും 2 ടേം LHSലുമാണ്. ഇവരുടെ ഓരോ ടേമിൻ്റെയും ഓവറോൾ ഡയമെൻഷൻ ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ത്രൂ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അപ്പോൾ അതിനുവേണ്ടി ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ലെങ്ത് ആണ്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് ഡയമെൻഷൻ ക്യാപിറ്റൽ ലെറ്റർ എല്ലിനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് മൂടുക. ഈസിക്കൽ ടു യു എന്ന് പറയുന്ന വെലോസിറ്റിയാണ്, അതിനെ നമ്മൾ എന്തെന്ന് ചെയ്തു, എൽ ടി റേസ് ടു -1 എന്ന് എഴുതി. അതാണ് അതിൻ്റെ ഡയമെൻഷൻ. തൊട്ടടുത്തൊരു ടി കിടപ്പുണ്ട് ഇല്ലേ, ടൈം ടി, പ്ലസ് ഹാഫിന് കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഇല്ല. ആക്സിലറേഷൻ്റെത് എൽ ടി റേസ് ടു -2 ആണ്. ഇത് എന്തെന്ന് വരും, ഇത് T² ആണ്. അപ്പം അവിടെയും നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് ടി ഇട്ട് വെളിയിലൊരു സ്ക്വയർ കൊടുക്കുന്നു. നമുക്ക് ആ സ്ക്വയറിനെ അടുത്ത സ്റ്റെപ്പിലകത്തേക്ക് കയറ്റണം. അപ്പോൾ ഇവിടെ എൽ വന്നു, ഇവിടെ എൽ ടി റേസ് ടു -1 ടി, ഇത് ടി എന്ന് മാറ്റി ഒറ്റയ്ക്ക് എടുക്കാണ് ടി റേസ് ടു 1 എന്നർത്ഥം. അതിനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് മൂടി. ഇപ്പുറത്തും അതുപോലെ തന്നെ എൽ ടി റേസ് ടു -2 ടി റേസ് ടു 2 ഇങ്ങനെയാക്കി. ഇവിടെ എൽ എന്നിട്ടു ഈസിക്വൽ ടു, ഇവിടെ നോക്കി നമ്മൾ പഠിച്ചിട്ടുണ്ട് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം പ്ലസ് എൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എൽ ടി റേസ് ടു -1 + 1 എന്ന് വരുന്നു. ഇവിടെ എൽ ടി റേസ് ടു -2 + 2 എന്ന് വരുന്നു. അപ്പോൾ നമുക്കറിയാം +1 -1 0 ആണ്, +2 -2 0 ആണ്. അപ്പം അവിടെ ആ ടി എന്ന് പറയുന്നതിൻ്റെ പവർ 0 ആവും. എൽ ടി റേസ് ടു 0, ഇവിടെയും എൽ ടി റേസ് ടു 0. ടി എനി നമ്പർ റേസ് ടു 0 1 ആയതുകൊണ്ട് ആ ടി എന്ന് പറയുന്നത് ക്യാൻസൽ ആയി പോകുന്നു. ടി എന്ന് പറയുന്ന ടേം നമുക്ക് എഴുതണ്ട, ബാക്കി എൽ, ഇവിടെയും എൽ, ഇവിടെയും എൽ. കണ്ടോ? ഇതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? The dimension of each quantity on the LHS must be is equal to dimension of each quantity on the RHS. So we can say that equations are dimensionally correct. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആകണമെങ്കിൽ they should obey principle of homogeneity. According to principle of homogeneity, each term of an equation should possess എന്താണ്, സെയിം ഡയമെൻഷൻ. അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ. നമ്മുടെ
ICC അല്ലേ പഠിച്ച 10 വരെ? അതെ അതെ. ഓക്കെ. കുറച്ച് കാര്യങ്ങളൊക്കെ കണക്റ്റ് ആയിട്ട് വരുന്നുണ്ടാകുമല്ലോ. ഉണ്ടുണ്ട്. കാരണം ICC എന്ന് പറയുമ്പോൾ ഞാനും 10 വരെ ICC പഠിച്ചത്. ഞാനും സിയോണിലാണോ മോൻ പഠിച്ചത്? ആണ്. ആണ്. അപ്പോൾ സിയോണിലെ ഞാൻ 2009 വരെ സിയോണിലാണ്. 10ാം ക്ലാസ് ഞാൻ 2009 പാസ്സാകുന്നത്. ഞാൻ 10 ഓക്കെ. ക്ലാസ് വരെ സിയോണിലാണ് പഠിച്ചത്. ഓക്കെ. ഉം. അപ്പം നോക്കിയോ, ഓക്കെ. ICC സംബന്ധിച്ച് ICC കുറേ കണ്ടന്റ് നിങ്ങൾ പഠിച്ചതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വലിയ പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാടുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ ഓക്കെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഇനി ഇതിന് ഒരു അടുത്ത ഹെഡിങ് എഴുതേണ്ടത്, ഇത്രയും കാര്യങ്ങൾ എഴുതിയോ? ജെന്നയൊക്കെ എഴുതിയോ? ജെന്ന? യെസ് സാർ എഴുതി. ഓക്കെ. ഇനി അടുത്തത് ആപ്ലിക്കേഷൻ ഓഫ് ഡയമെൻഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. ആപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. അതായത് നമ്മളിപ്പോൾ ഈ പഠിച്ച പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അത് നമുക്ക് എവിടെയൊക്കെ അതിൻ്റെ ഉപയോഗം അതൊക്കെ എവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നെന്ന് പറയുന്നത് ടു ചെക്ക് ദ ആക്യുറസി ഓഫ് ഫിസിക്കൽ ഇക്വേഷൻ. ഫിസിക്കൽ ഇക്വേഷൻ. ഒരു ഫിസിക്കൽ ഇക്വേഷൻ്റെ ആക്യുറസി നമുക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നു. 2 ടു ചേഞ്ച് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫ്രം one system of unit to another system of unit. Another system of unit. 3 to obtain relation between different physical quantity. ഇത്ര എഴുതിയോ കുഞ്ഞുങ്ങളെ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അപ്പം ഇതിൽ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പം അതിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ഡെഫിനിഷനായിട്ടൊന്നും പഠിക്കുകയൊന്നും വേണ്ട. നമ്പർ തന്നിട്ട് എത്ര സിഗ്നിഫിക്കൻറ്റ് ഈച്ച് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതായിരിക്കും ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറ്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു ട്രിക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. അത് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തൊരു സാധനമാണ്. ആ ട്രിക്ക് പഠിപ്പിച്ച് തന്നിട്ട് നമുക്ക് അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് ചെയ്യാം. ബുക്ക് എടുത്തിട്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് ഹെഡിങ് എഴുതുക. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഹെഡിങ് എഴുതുക. എന്നിട്ട് 1 2 3 4 5 6 7 8 9 ഇത്
നോൺ സീറോ ഡിജിറ്റ് ആണ്. നോൺ സീറോ ഡിജിറ്റ് ആണ്. നോൺ സീറോ ഡിജിറ്റ് ആണ്. നോൺ സീറോ ഡിജിറ്റ്സ് ആണ്. ഓക്കെ, ഈ ബുക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് ചേർത്ത് എഴുതണം. ഇവിടെ കുറച്ച് കാര്യം കൂടി എഴുതാനുണ്ട്. ഇനി എഴുതേണ്ട എന്താണെന്നറിയാമോ? ഇനി സീറോ എന്ന് എഴുതുക. സീറോ മൂന്ന് രീതിയിൽ വരാം. ഒന്ന് ലീഡിങ് സീറോ വരാം. അടുത്തത് ട്രാപ്ഡ് സീറോ വരാം. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ട്രാപ്ഡ് സീറോ വരാം. മൂന്നാമത്തേത് ട്രെയിലിംഗ് സീറോ വരാം. ട്രെയിലിംഗ് സീറോസ് വരാം. ട്രെയിലിംഗ് സീറോസ്. ഓക്കെ, ലീഡിങ് സീറോ എന്ന് പറയുമ്പോൾ മുമ്പിൽ വരുന്ന സീറോസ്. ഇപ്പോൾ 0.001 അല്ലെ 002 ഇങ്ങനെയൊക്കെ എന്നാൽ ഡെസിമൽ ഉള്ളതും ഡെസിമൽ ഇല്ലാത്തതുമായിട്ടുള്ള സീറോ മുമ്പിൽ വരുന്ന നമ്പറുകളെയാണ് ലീഡിങ് സീറോസ് എന്ന് പറയുന്നത്. ലീഡിങ് സീറോ ഉള്ള നമ്പറുകൾ. ട്രാപ്ഡ് സീറോ എന്ന് പറയുമ്പോൾ ഇതിന് ഇടയ്ക്ക് വരുന്നത്. ഇപ്പം 102 കണ്ടോ, ഇത് രണ്ട് നമ്പറിൻ്റെ ഇടയ്ക്ക് ട്രാപ്പായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ ട്രാപ്ഡ് സീറോ എന്ന് പറയുന്നത്. ഇത് സ്കൂളിലൊന്നും ഇങ്ങനെ ആയിരിക്കില്ല പഠിക്കുന്നത് കേട്ടോ. സ്കൂളിൽ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി 5 റൂള് പഠിക്കാനുണ്ട്. ആ 5 റൂള് വെച്ചിട്ടാണ് ഇത് പഠിക്കുന്നത്. ആ 5 റൂളൊന്നും പഠിച്ചു കഴിഞ്ഞാൽ ജീവിതകാലത്തിൽ അത് പഠിക്കാനും പറ്റത്തില്ല. അത് ഓർമ്മയിൽ നിൽക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ട്രിക്ക് ഡിസൈൻ ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പം ഇനി ട്രെയിലിംഗ് സീറോ. ട്രെയിൽ ചെയ്യാന്ന് പറയുമ്പോൾ ഇഴഞ്ഞു വരും, പുറകിൽ ഇഴയാണ്. ട്രെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ക്രിക്കറ്റിൽ നിങ്ങൾ ടെസ്റ്റ് ക്രിക്കറ്റൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ട്രെയിൽ ബൈ 265 റൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവരുടെ പുറകിൽ 266 റൺസ് പുറകിലാണ് എന്നൊക്കെ അർത്ഥം. അപ്പം ട്രെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ പുറകിലുള്ള സീറോസ്. അപ്പോൾ ഇപ്പം 100 ഇത് ട്രെയിലിംഗ് സീറോ ഉള്ള നമ്പറാണ്. 100.2 അല്ല സോറി 100.0 ഇതെല്ലാം എന്താണ്? ട്രെയിലിംഗ് സീറോയാണ്. അപ്പം നമ്മൾ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ് എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു നമ്പറിൽ ഏതൊക്കെ ആൾക്കാരാണ് ഇമ്പോർട്ടൻ്റ്, ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എടുത്തെഴുതുക, എത്ര എണ്ണം ഉണ്ടെന്ന്. അതാണ് അതിൻ്റെ റൂൾ. അതാണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് ഈ 1 തൊട്ട് 9 വരെയുള്ള ഡിജിറ്റ്സിനെല്ലാം നോൺ സീറോ ഡിജിറ്റ്, സീറോ അല്ലാത്ത ഡിജിറ്റ് അല്ലേ, ഇവരെല്ലാം സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഇവരെല്ലാം ലീഡിങ് സീറോസ് എന്ന് പറയുന്നത്, ലീഡിങ് സീറോസ് എല്ലാം നോൺ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അതിനെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനകത്ത് കൂട്ടത്തില്ല. നോൺ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ട്രാപ്ഡ് സീറോസ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ട്രെയിലിംഗ് സീറോസ് എന്ന് പറയുമ്പോൾ പുറകിൽ എഴുതുന്നതാണ്. അത് രണ്ട് രീതിയിൽ നമുക്ക് നോക്കേണ്ടി വരും. ഡെസിമൽ ഉള്ളതും ഡെസിമൽ ഇല്ലാത്ത നമ്പറും. ഡെസിമൽ ഉള്ള നമ്പറും നോൺ ഡെസിമൽ, ഡെസിമൽ ഇല്ലാത്തതും നോൺ ഡെസിമൽ. ഡെസിമൽ ഉള്ള നമ്പറെല്ലാം സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഡെസിമൽ ഇല്ലാത്ത നമ്പറെല്ലാം നോൺ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഇതിൻ്റെ ഓരോ ഉദാഹരണവും ഞാൻ പറഞ്ഞുതരാം. ഇപ്പം 123 അനഘ പറഞ്ഞ അനഘ, ഇതെല്ലാം നോൺ സീറോ ഡിജിറ്റ് ആണോ? അനഘ ഇവിടെ ഉണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ടെന്ന് പറയാമോ? നോൺ സീറോ ഡിജിറ്റ്സ് എല്ലാം എന്താ പഠിപ്പിച്ചേ, ഇപ്പം എഴുതിപ്പിച്ചേ? സിഗ്നിഫിക്കന്റ്. അപ്പൊ ഈ 123 എന്ന് പറയുന്നത് എല്ലാം നോൺ സീറോ അല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? എത്ര ഉണ്ടേ? 3 3 സിഗ്നിഫിക്കൻറ്റ്. ഇതും സിഗ്നിഫിക്കൻ്റാ, ഇതും സിഗ്നിഫിക്കൻ്റാ. അപ്പോൾ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇനി വേറെ ഇതിന്റെ എക്സാമ്പിൾ പറയാം. ലീഡിങ് സീറോസ് 0.002. ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? അനഘ തന്നെ പറഞ്ഞു. ലീഡിങ് സീറോസ് എല്ലാം എന്ത് തന്നെയാ? നോൺ സിഗ്നിഫിക്കൻറ്റ്. അപ്പൊ അതിനെ കൂട്ടണോ? വേണ്ട. അത് ഡെസിമൽ ഉണ്ടെങ്കിലും ഡെസിമൽ ഇല്ലേലും. ഇപ്പം 0.002 വന്നു, നമുക്ക് വെറും 0002 എന്ന് എഴുതിയാലും കണ്ടോ പോയി. ഇത് ഡെസിമൽ ഉള്ളതും ഇത് ഡെസിമൽ ഇല്ലാത്തതുമാണ്. രണ്ടും വന്നാലും നമുക്ക് ആ സീറോസ് എന്ത് ചെയ്യണ്ട? നമ്മുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനകത്ത് കൂട്ടണ്ട. അപ്പം ഇതും വേണ്ട, ഇത് വേണം. അപ്പൊ ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ട്? ഇമ്പോർട്ടൻ്റ് 1.
ഇതും വേണ്ട, ഇതും വേണ്ട, ഇതും വേണ്ട. ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ട്? 1. 1. ഓക്കെ, അതിന് എക്സാമ്പിൾ ഞാൻ തരാം. ഇപ്പൊ ഇതൊന്നും എഴുതണ്ട, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ട്രാപ്ഡ് സീറോസ് എല്ലാം സിഗ്നിഫിക്കൻ്റാ, അതായത് പോയിന്റ് ഉണ്ടെങ്കിലും പോയിന്റ് ഇല്ലെങ്കിലും. ഇപ്പോൾ 1.0027 ഇങ്ങനെ തരിക, എത്ര ഡിജിറ്റ് സിഗ്നിഫിക്കൻ്റ് ആണ്? ഇത് സിഗ്നിഫിക്കൻ്റ് ആണോ? അനക തന്നെ പറഞ്ഞു. ആണ്. ആണ്. ഇത് സിഗ്നിഫിക്കൻ്റ് ആണോ? ആ. ഇത് സിഗ്നിഫിക്കൻ്റ് ആണോ? ആണ്. ഇത് സിഗ്നിഫിക്കൻ്റ് ആണോ? അല്ല. ട്രാപ്ഡ് സീറോ എന്ന് പറഞ്ഞാൽ എന്താ? അയ്യോ, ആണു. ട്രാപ്ഡ് സീറോ എന്ന് പറയുമ്പോൾ നമ്പറിന് ഇടയ്ക്ക് അകപ്പെട്ടത്. ട്രാപ്പ് ചെയ്യുക, നമ്മളെ ട്രാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അകപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ട്രാപ്ഡ് സീറോ, അതുകൊണ്ടാണ് ഞാൻ ആ പേര് തന്നെ കൊടുത്ത് ഇങ്ങനെ ഡിസൈൻ ചെയ്തത്. ലീഡിങ് സീറോ, ട്രാപ്ഡ് സീറോ, ട്രെയിലിംഗ് സീറോ. ഓക്കെ, അപ്പം ഇതിപ്പം അപ്പം എത്ര സിഗ്നിഫിക്കൻ്റ് ഉണ്ട് ഇവിടെ? 5. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കാം, ട്രെയിലിംഗ് സീറോ അല്ലേ? അല്ല, ഇതിപ്പോൾ ഡെസിമൽ ഉള്ളതാണെങ്കിൽ ഇപ്പം ഇങ്ങനെ വന്നാലോ 1005, ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 4. 4. വെരി ഗുഡ്. അപ്പോൾ ആ ട്രാപ്ഡ് സീറോസ് എല്ലാം നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആക്കിയിട്ടാണ് എഴുതുന്നത്. ഇനി ട്രെയിലിംഗ് സീറോയുടെ കണക്ക് പറയാം. ഇപ്പം 100.0 വന്നു, എത്ര സിഗ്നിഫിക്കൻ്റ് ഉണ്ട്? അപ്പം ഇത് ട്രെയിലിംഗ് സീറോസിന്റെ കണക്കാന്ന് നമുക്കറിയാം, ആണോ? ആണ്. അപ്പൊ ഈ ട്രെയിലിംഗ് സീറോസിൽ ഡെസിമൽ ഉള്ളത് കൊണ്ട് ഡെസിമൽ ഇല്ലാത്തത് കൊണ്ട് രണ്ട് രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഇത് ഡെസിമൽ ഉള്ളതാണോ? ആണ്. അങ്ങനെയാണെങ്കിൽ ഡെസിമൽ ഉള്ളതാണെങ്കിൽ അതെല്ലാം എന്തായിരിക്കും? സിഗ്നിഫിക്കന്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട്? 4. വെരി ഗുഡ്, കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ 100-ലോ? വെറും 100? ഇതിനകത്ത് 1. കാരണം എന്ന് പറഞ്ഞാൽ ട്രെയിലിംഗ് സീറോയിൽ ഡെസിമൽ ഇല്ലാത്തൊരു നമ്പറാണിത്, അതുകൊണ്ട് തന്നെ ലാസ്റ്റ് രണ്ട് സീറോസ് എന്ത് ചെയ്യത്തില്ല? കൂട്ടത്തില്ല. അപ്പം ഇതിനകത്ത് ഒരു സിഗ്നിഫിക്കൻ്റ്. നിങ്ങളുടെ ചോദ്യ പേപ്പറിനകത്ത് ഫൈനൽ എക്സാം, അതായത് നിങ്ങളുടെ +1 ഫൈനൽ എക്സാമിനകത്ത് ഇങ്ങനെ കുറേ നമ്പർ തന്നിട്ട് 3 ചോദ്യങ്ങൾ ചോദിക്കും. അതിനൊന്നെങ്കിൽ 3 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പം ഇതെന്തായാലും പഠിക്കുക, ഈ ഒരു ടോപ്പിക്ക് പഠിക്കുക. പിന്നെ നമ്മുടെ ചാപ്റ്റർ തീർന്നു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുമേ ഉള്ളൂ ഈ ചാപ്റ്റർ. പക്ഷേ ഇതിനകത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചവറ് പോലെ ചെയ്യാനുണ്ട്, അത് ചെയ്യണം. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ എഴുതിയെടുത്തെങ്കിൽ ഇതിനകത്തുനിന്ന് ചെയ്യാനുള്ള നമ്പേഴ്സ് ഞാൻ കുറച്ച് തരാം, അത് നിങ്ങൾ ചെയ്യുക. ഇപ്പം തന്നെ ചെയ്യുക, ഞാൻ തരാം. ഞാൻ ഓരോരുത്തരോടും ചോദിക്കും, ഞാൻ നമ്പർ എല്ലാം ആദ്യം ഒന്ന് തരാം. ഓക്കെ, നമ്പർ എല്ലാം തരാം, നമ്പർ എഴുതിയെടുത്തോളൂ. എന്നിട്ട് ഓരോരുത്തരോടും ഞാനത് ചോദിക്കും. 246, ഒന്നാമത്തേത് 246.8, രണ്ടാമത്തേത് 2034.02, മൂന്നാമത്തേത് 0.03008, നാലാമത്തേത് 0.4600, അഞ്ചാമത്തേത് 5.8 × 10⁻⁻3, ആറാമത്തേത് 6.022 × 10⁻23, ഏഴാമത്തേത് 0.0006, എട്ടാമത്തേത് 0.00500, ഒമ്പതാമത്തേത് 34.034, പത്താമത്തേത് 402.04, പതിനൊന്നാമത്തേത് 100, പന്ത്രണ്ടാമത്തേത് 100.0, പതിമൂന്നാമത്തേത് 1.0, പതിനാലാമത്തെ ക്വസ്റ്റ്യൻ 1, പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 0.3000, പതിനാറാമത്തെ ക്വസ്റ്റ്യൻ 0.3. ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇന്ന് ഞാൻ ചാപ്റ്റർ ഓഫ്ലൈൻ വന്നവർക്ക് ചാപ്റ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഈ ടോപ്പിക് കൂടെ ഉണ്ട് നമുക്ക് ഈ ചാപ്റ്റർ. ശരിക്കും കുറേ ടോപ്പിക് കൂടെ നമുക്ക് പഠിപ്പിക്കാനുണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾക്ക് കട്ട് ഓഫാണ്, ഒന്നും പഠിക്കണ്ട.
ട്രൈ ചെയ്തോളൂ. ഒരു 5 മിനിറ്റ് തരാം ചെയ്യാൻ, എന്നിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാം. സാർ സാർ ട്രെയിലിംഗ് സീഡ് എന്താ ഒന്നൊന്ന് പറയാവോ? കുഞ്ഞുങ്ങളെ 10 മിനിറ്റ് തരാം. 10 മിനിറ്റ് വെച്ച് ഇത് ചെയ്ത് മനസ്സിലാക്കി കൃത്യം ചെയ്യണം. എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഒരു 10 മിനിറ്റ് തരാം, ചെയ്തോളൂ. ആലോചിച്ച് കൃത്യമായിട്ട് ചെയ്യാം. ഇപ്പം 39 ഒരു 45 ആകുമ്പോഴത്തേക്കും 8 മിനിറ്റ് തരാം, ചെയ്തോ.
എഴുതിയോ കുഞ്ഞുങ്ങളെ? ഹലോ കുഞ്ഞുങ്ങളെ, കേൾക്കാമോ? വെക്കാം. ഓക്കെ, പാർവണ എഴുതിയോ? സാർ ചെയ്തോണ്ടിരിക്കുക. ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സൂര്യഗായത്രി, ക്രിസിൻ എന്തായി? ക്രിസിൻ എന്ന് കഴിഞ്ഞു പറയാമോ? സാർ ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, ഞാനിത് ഓക്കെ എന്നാൽ ചെയ്തോ. ഒരു 2 മിനിറ്റ് കൂടെ തരാം. പെട്ടെന്ന് ചെയ്യാനാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്ത് ഇത് ഈ ഒരു ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യണം. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്, നോക്കിക്കോളൂ നിങ്ങൾ. അതായത് ക്രിസിൻ ഒന്ന് വോയിസ് ഓൺ ആക്കണേ. ക്രിസിൻ കേൾക്കാമോ? ക്രിസിൻ ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ക്രിസിൻ ഓക്കെ. ക്രിസിനാണ് 1, 2 ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ ക്രിസിനാണ് പറയേണ്ടത്. നോക്കിക്കോളൂ. 246.8 ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ട്? 4. കാരണം എന്താ? ക്രിസിനെ? പറഞ്ഞോളൂ, കുഴപ്പമില്ല, തെറ്റിയാലും കുഴപ്പമില്ല, പറഞ്ഞോ. ഇതെല്ലാം എന്താ? നോൺ സീറോ ഡിജിറ്റ്സ് ആണ്. ആണോ ക്രിസിൻ? ഓക്കെ, അതുകൊണ്ടാണ് 4 എണ്ണം എന്നുള്ളത്. രണ്ടാമത്തെ ഒന്ന് പറഞ്ഞേ. 6 കാരണം എന്താ? ട്രാപ്പിംഗ് സീറോസ് ട്രാപ്ഡ് സീറോസ് ആണ് സിഗ്നിഫിക്കന്റ് ആണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നോൺ സീറോ ഡിജിറ്റ്സ് ആണ്. വെരി ഗുഡ്. 6. അടുത്തത് 6 ഉണ്ട് അല്ലേ? അത് എന്തൊക്കെയാ? ഇതും സിഗ്നിഫിക്കന്റ് ആണ്. ഇത് ട്രാപ്ഡ് ആണ്. ലീഡിംഗ് ആണ്. ലീഡിംഗ് സീറോസ് എന്താണ്? ലീഡിംഗ് സീറോസ് എന്താണെന്നാണ് പഠിപ്പിച്ചത്? നോൺ സിഗ്നിഫിക്കന്റ്. അപ്പം എത്ര എണ്ണം ഉണ്ട് ഇവിടെ? ഏതാ? പറഞ്ഞേ. ലീഡിംഗ് സീറോസ് ഡെസിമൽ ഉണ്ടെങ്കിലും ഡെസിമൽ ഇല്ലെങ്കിലും നോൺ സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ഈ 2 സീറോസ് കൂട്ടുവോ? ഇല്ല. അപ്പൊ എത്ര സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട്? 4. വെരി ഗുഡ്. ഓക്കെ, കുഴപ്പമില്ല. ഇനി അടുത്തത് പാർവണ എന്ന് പറഞ്ഞേ. പാർവണ, ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട്? 4. അതെന്തുകൊണ്ടാ 4 വന്നേ? ഇത് 2 എണ്ണം നോൺ സീറോ. ഈ സീറോ ലീഡിംഗ് സീറോ ആണ്. സിഗ്നിഫിക്കന്റ് ആണോ? അല്ല. ഇത് ഈ ലാസ്റ്റിലെ 2 സീറോസ് ട്രെയിലിംഗ് സീറോസ് ആണ്. അത് സിഗ്നിഫിക്കന്റ് ആണോ? ട്രെയിലിംഗ് സീറോയ്ക്ക് 2 കണ്ടീഷൻ ഉണ്ട്, പറഞ്ഞായിരുന്നു. ഡെസിമൽ ഉള്ള നമ്പർ ആണെങ്കിൽ സിഗ്നിഫിക്കന്റ് അല്ലേ? ശരിയാ. അതായത് ഡെസിമൽ ഉള്ള നമ്പർ ആണെങ്കിൽ ഡെസിമൽ ഉള്ള നമ്പർ അല്ലേ അത്? ഡെസിമൽ ഉള്ള നമ്പർ ആണെങ്കിൽ അത് സിഗ്നിഫിക്കന്റ് അല്ലേ?
യെസ് സാർ. അപ്പൊ ഇത് രണ്ടും കൂട്ടത്തില. ഇത് മനസ്സിലാക്കിയിട്ടാണോ പറയുന്നത്? ആണ് സാർ. ആണോ? യെസ് സാർ. ഓക്കെ. ഇനി ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവരും കൺഫ്യൂഷൻ ഉണ്ട്. ഈ 10⁻³ ഇതില്ല, കൂട്ടണ്ട, ഇത് രണ്ടെണ്ണം മാത്രം എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ എത്ര? ഇവിടെ രണ്ടെണ്ണമാണ്. ഇവിടെ വരുമ്പോഴും ഈ 10⁻23 കൂട്ടണ്ട, ബാക്കിയുള്ള എഴുതിയാൽ മതി. അപ്പം ഇതും 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 നോൺ സീറോ, ഇത് ട്രാപ്ഡും ആണ്. അപ്പോൾ അതും കൂട്ടും, മൊത്തം 4. ഇവിടെ വരുന്ന സമയത്ത് ഇത് ലീഡിംഗ് ആണ്, മൊത്തം ലീഡിംഗ് ആണ് സീറോസ് എല്ലാം. ലീഡിംഗ് സീറോസ് ഡെസിമൽ നമ്പർ ആണെങ്കിൽ ഡെസിമൽ നമ്പർ, അല്ലെങ്കിൽ നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. ഈ സീറോ കൂട്ടത്തില്ല, ഈ സീറോ കൂട്ടത്തില്ല, ഈ സീറോ കൂട്ടത്തില്ല, ഈ സീറോ കൂട്ടത്തില്ല, ഇത് കൂട്ടും. അപ്പോൾ ഇവിടെ 1 ഉള്ളൂ. അതേപോലെ തന്നെ അടുത്ത ഇതിലേക്ക് പോകുന്ന സമയത്ത് ഇത് 5 നമുക്ക് കൂട്ടും, 5 നമുക്ക് കൂട്ടും. ലീഡിംഗ് സീറോസ് ഒന്നും കൂട്ടത്തില്ല. ലീഡിംഗ് സീറോസ് ഡെസിമൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൂട്ടത്തില്ല. ട്രെയിലിംഗ് സീറോസ് ഡെസിമൽ ഉള്ള നമ്പർ ആണെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. ഇത് രണ്ടും കൂട്ടും. അപ്പോൾ ഇവിടെ മൊത്തം 3 എണ്ണം. ഇവിടെ ഇത് കൂട്ടും, ഇത് കൂട്ടും, ഇത് കൂട്ടും, ഇത് കൂട്ടും, നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇത് ട്രാപ്ഡ് ആണ്. ഡെസിമൽ ഉണ്ടെങ്കിലും ഡെസിമൽ ഇല്ലെങ്കിലും ട്രാപ്ഡ് സീറോ സിഗ്നിഫിക്കൻ്റ് ആണ്. മൊത്തം 5. ഇവിടെയും ഇത് കൂട്ടും, ഇത് കൂട്ടും, ഇത് കൂട്ടും, എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. നോൺ സീറോ ആണ്. ഇതിനിടയ്ക്കുള്ള ട്രാപ്ഡ് സീറോസ് ഇതും സിഗ്നിഫിക്കൻ്റ് ആണ്. മൊത്തം 5. 100 ഇവിടെ ട്രെയിലിംഗ് സീറോ ആണ്. ട്രെയിലിംഗ് സീറോ ഡെസിമൽ ഇല്ലാത്ത നമ്പറാണ്. ഡെസിമൽ ഇല്ലാത്ത നമ്പർ ആണെങ്കിൽ അത് എന്താണ്? നോൺ ഡെസിമൽ ആണെങ്കിൽ നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇതും സിഗ്നിഫിക്കൻ്റ് അല്ല, ഇതും സിഗ്നിഫിക്കൻ്റ് അല്ല. 1 മാത്രം സിഗ്നിഫിക്കൻ്റ്. അപ്പോൾ ഇവിടെ 1. ഇത് ഡെസിമൽ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെയിലിംഗ് സീറോസ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. 1 2 3 4, മൊത്തം 4. ഇനി ഇത് അതുപോലെ 1.0 ഇതും ട്രെയിലിംഗ് ആണ്, ഡെസിമൽ ഉണ്ട്. ഇത് രണ്ടും കൂട്ടും. അപ്പോൾ നമുക്ക് 2. ഇത് 1 ഒറ്റ ഡിജിറ്റേ ഉള്ളൂ. ഇനി ഇത് നോക്കുവാണെങ്കിൽ ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്. ഇത് ട്രെയിലിംഗ് സീറോസ് ആണ്, അതുകൊണ്ട് പുറകിലുള്ളതാണ്. ഇത് കൂട്ടത്തില്ല, ഇത് അല്ല, ഇത് കൂട്ടും, ഇത് കൂട്ടും, ഇത് കൂട്ടും. ഡെസിമൽ ഉള്ള നമ്പറിൻ്റെ ട്രെയിലിംഗ് സീറോസ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. ഇത് ലീഡിംഗ് സീറോസ് ആണ്, അത് സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഇവിടെ മൊത്തം 4. ഇവിടെ വരുമ്പോഴത്തേക്ക് ലീഡിംഗ് സീറോ ആണിത്, കൂട്ടത്തില്ല, ഇത് കൂട്ടും. അപ്പോൾ ഇവിടെ 1. ഇങ്ങനെയാണോ എല്ലാവർക്കും കിട്ടിയത്? അല്ലെങ്കിൽ മനസ്സിലാകാത്ത ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ ചോദിച്ചോ, പറഞ്ഞുതരാം. സാർ എട്ടാമത്തെ മനസ്സിലായില്ല. എട്ടാമത്തേത് 0.00500 ആണ്. ആണോ? യെസ് സാർ. ആണ്. ഇവിടെ ഇത് 3 ലീഡിംഗ് സീറോ ആണ്. ആണോ? ആണ് സാർ. ലീഡിംഗ് സീറോ സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലയോ? അല്ല. അപ്പൊ അത് 3 കൂട്ടണ്ടല്ലോ. ഇത് സിഗ്നിഫിക്കൻ്റ് ആണോ? യെസ് സാർ. ആണ്. ഈ രണ്ടെണ്ണം ട്രെയിലിംഗ് സീറോ ആണോ? യെസ് സാർ. ഈ ഡിജിറ്റിന് മൊത്തം ഇതിന് ഡെസിമൽ ഉണ്ടോ? ഈ ഇപ്പൊ എഴുതിയ സംഖ്യകൾക്ക് ഡെസിമൽ ഉണ്ടോ? സംഖ്യക്ക് ഉണ്ട്. ഡെസിമൽ ഉള്ള ട്രെയിലിംഗ് സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലയോ? സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പൊ പിന്നെ ആ പുറകിൽ എഴുതിയിരിക്കുന്ന 3 സീറോയും നമുക്ക് 2 സീറോയും നമുക്ക് കൂട്ടണ്ടേ? കൂട്ടണ്ടേ? സിഗ്നിഫിക്കൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് കൂട്ടണ്ട. അല്ല, സിഗ്നിഫിക്കൻ്റ് ആണെങ്കിൽ കൂട്ടണം. അപ്പൊ മൊത്തം എത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉണ്ട് അവിടെ? എത്രണ്ണം ഉണ്ട്? 3 എണ്ണം അല്ലേ? 3. മനസ്സിലായോ? ഇതിനകത്ത് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഇപ്പോൾ തന്നെ ചോദിക്കാം. നയൻത് വണ്ണിന്റെ ആദ്യം എല്ലാം നോൺ സീറോ അല്ലേ? 34 എല്ലാം നോൺ സീറോ അല്ലേ? അതെ. എത്ര നോൺ സീറോ ഡിജിറ്റ് ഉണ്ട് അവിടെ? 4. പിന്നെ ഇതിനിടയ്ക്ക് എന്താ ഉള്ളത്? സീറോ. ആ ഇടയ്ക്കുള്ള സീറോനെ എന്ത് പറയും? ഇടയ്ക്കുള്ള സീറോനെ എന്ത് പറയും? നമ്മൾ എഴുതി വെച്ചിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് ട്രാപ്ഡ് സീറോ എന്താന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? സിഗ്നിഫിക്കന്റ്. അങ്ങനെയാണെങ്കിൽ മൊത്തം അപ്പൊ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് അവിടെ? 5. അതല്ലേ എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തത് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. സാർ രണ്ടാമത്തെ ഒന്ന് പറയും. രണ്ടാമത്തേത് ആരെയൊക്കെ ചോദിച്ചേ?
പറവണ. അനഘ. അനഘ. ആ രണ്ടാമത്തെ എന്താ ബുദ്ധിമുട്ട് പറഞ്ഞ്. എത്ര നോൺ സീറോ ഡിജിറ്റ് ഉണ്ട് അവിടെ? പോയിന്റ് കഴിഞ്ഞാണോ പോയിന്റ് ഇപ്പുറത്താണോ? എടേ പോയിന്റ് കഴിഞ്ഞാലും പോയിന്റ് കഴിഞ്ഞില്ലെങ്കിലും നോൺ സീറോ ഡിജിറ്റ് എല്ലാം സിഗ്നിഫിക്കന്റ് അല്ലേ? പോയിന്റ് ഉണ്ടെങ്കിലും പോയിന്റ് ഇല്ലെങ്കിലും. എത്ര എണ്ണം ഉണ്ട്? 4. ആ 4 എണ്ണം ഉണ്ടെങ്കിൽ 4ഉം സിഗ്നിഫിക്കന്റ് അല്ലേ? പിന്നെ സീറോസ് എവിടെ വന്നിരിക്കുന്നേ? ഇടയ്ക്ക്. ആ ഇടയ്ക്ക് വരുന്ന സീറോസ് എല്ലാം പോയിന്റ് ഉണ്ടെങ്കിലും പോയിന്റ് ഇല്ലെങ്കിലും എന്ത് തന്നെയാ? സിഗ്നിഫിക്കൻസ്. ആ അപ്പൊ മൊത്തം എത്ര സിഗ്നിഫിക്കന്റ് ഉണ്ട്? 6. ആ ഡൗട്ട് കഴിഞ്ഞോ? അതെ. ആ ഇനിയും ആർക്കേലും ഈ 10 ടു ദി പവർ വരുന്ന ഒന്നും എന്ത് ചെയ്യണ്ട, ഇതിനകത്ത് കൂട്ടണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ കുറെ 5 ലോസ് വെച്ചിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ജന്മം ചെയ്ത ഓർത്തിരിക്കാനും പറ്റത്തില്ല, മനസ്സിലാക്കാനും പറ്റത്തില്ല, ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഒന്നും എഴുതാനും പറ്റത്തില്ല. പക്ഷേ ഈ ഒരു ട്രിക്ക് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊട്ടുപോലെ എഴുതാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് എഴുതിയെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എന്നാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യുന്നത്. ഒരു ക്ലാസ് കൂടെ മതിയായിരിക്കും ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കാൻ. അത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത് എഴുതി കഴിഞ്ഞെങ്കിൽ ലെഫ്റ്റ് ആയിക്കോ. ബൈ.